ഉത്രാട നക്ഷത്രം പൊതുവേ ജന്മത്തിൽ തന്നെ കുറച്ച് ലീഡർ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. കാരണം നിങ്ങളുടെ എലമെൻ്റ് ഭൂമി പ്ലസ് അഗ്നിയാണ്, റൂളിംഗ് പ്ലാനറ്റ് സൂര്യനാണ്. ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നെ എന്തായാലും നിങ്ങളതിൽ പിന്മാറില്ല. സ്ലോ സ്റ്റാർട്ടറാണ്, പക്ഷെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഫിനിഷ് ചെയ്യും. പ്രണയത്തിൽ സൈലൻ്റ് ആണ്, പക്ഷെ എക്സ്ട്രീംലി ലോയലാണ്. ഈഗോ ഉണ്ടെങ്കിലും ഇൻജസ്റ്റിസ് എന്തായാലും ടോളറേറ്റ് ചെയ്യില്ല. ഞാൻ വീഴാം പക്ഷെ തോറ്റു പോവില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. പുറത്ത് കാമായിരിക്കും, പക്ഷെ ഉള്ളിൽ നല്ല ഫയർ തന്നെ നിങ്ങൾക്കുണ്ട്. ലേറ്റ് സക്സസ് ആണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക, പക്ഷെ പെർമനൻ്റ് ആയിരിക്കും. 2025 ഉത്രാട നക്ഷത്രക്കാർക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു പ്രഷറുള്ള ഒരു ഇയർ ആയിരുന്നു. കരിയറിൽ പരമായിട്ട് അധിക വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. റെക്കഗ്നിഷൻ കിട്ടാതെ കഷ്ടപ്പെട്ട ഒരു കാലം തന്നെയായിരുന്നു. റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെയല്ലേ അധികം കൊടുക്കുന്നത് എന്ന ഫീലിങ്സൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. ഫൈനാൻസ് നോക്കുകയാണെങ്കിലും മണി വന്നെങ്കിലും അതൊന്നും കയ്യിൽ തന്നെ നിന്നില്ല. മാനസികമായിട്ട് പല രാത്രികളിലും ഉറങ്ങിയില്ല. ഓവർ തിങ്കിങ്ങും നല്ല പീക്കായിട്ട് തന്നെ പോയി. 2025 ഒരു പാഠം പഠിച്ചത് എല്ലാവർക്കും വേണ്ടി ഞാൻ ത്യാഗം ചെയ്യേണ്ടതില്ല എന്നൊരു പാഠം നിങ്ങൾ കൂടുതലും പഠിച്ചിട്ടുണ്ടാവും. 2026 ജനുവരിയിൽ അങ്ങനെയല്ല, കൺഫ്യൂസ്ഡ് ആയിരിക്കും, പക്ഷേ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും. കരിയറിലാണെങ്കിലും ജോലി മാറണമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. പ്രണയത്തിലാണെങ്കിലും പഴയ ആളുകളെ നല്ല രീതിയിൽ ഓർമ്മ വരും. ഫൈനാൻസ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ചിലവ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണ ഒരു മന്ത് തന്നെയായിരിക്കും ജനുവരി. ഫെബ്രുവരി മാസത്തിൽ കോൺഫിഡൻസ് എന്തായാലും നല്ല രീതിയിൽ റൈസ് ആവും. കരിയറിൽ ഇൻ്റർവ്യൂ, പുതിയ ഓപ്പർച്യൂണിറ്റി അതൊക്കെ എന്തായാലും പോവും. അതെന്തായാലും ഒന്ന് നോക്കുകയും ചെയ്യും. റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ എന്തായാലും വർദ്ധിക്കും. ആരോഗ്യപരമായിട്ട് എന്തായാലും ഉറക്കം കുറച്ച് ഇമ്പ്രൂവ് ആവും. അതുകൊണ്ട് പ്രതീക്ഷയൊക്കെ കുറച്ച് തിരിച്ചു വരും. മാർച്ച് മാസത്തിൽ ആക്ഷൻ മോഡാണ്. ബിസിനസ് ആണെങ്കിലും ജോബ് ആണെങ്കിലും പുതിയ റെസ്പോൺസിബിലിറ്റി എന്തായാലും വരും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു മെച്ചം കാണാൻ പറ്റുന്നുണ്ട്. പ്രണയത്തിലാണെങ്കിലും പുതിയ അട്രാക്ഷൻ പോസിബിൾ ആണ്. ഒരു നല്ലൊരു മൊമെൻ്റ് ഉള്ളൊരു മന്ത് തന്നെയാണ്. ഏപ്രിൽ മാസം കുറച്ച് പവർഫുള്ളാണ്. നിങ്ങൾ കരിയർ പരമായിട്ട് റെക്കഗ്നിഷൻ കിട്ടും, അപ്രിസിയേഷനും കിട്ടും. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പെൻഡിങ് മണി എല്ലാം ക്ലിയർ ആവും. ഈഗോ ക്ലാഷ് നല്ല രീതിയിൽ പോസിബിളാണ്. അതും കൊണ്ട് ഹമ്പിളായിട്ട് ഇരിക്കാൻ നോക്കുക. മെയ് മാസത്തിൽ നിങ്ങൾ നല്ല ഇമോഷണൽ ആയിരിക്കും. റിലേഷൻഷിപ്പിൽ ഒരു സീരിയസ് ടോക്ക്, കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. പ്രണയത്തിൽ ഒരാൾ എന്തായാലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഹെഡ് ഏക്ക്, അതിൻ്റെ സ്ട്രെയിന് അതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും. ആർട്ട് വെക്സ് മൈൻഡ് എന്നൊരു ആശയക്കുഴപ്പമൊക്കെ എന്തായാലും മെയ് മാസത്തിൽ ഉണ്ട്. ജൂൺ മാസത്തിൽ കുറച്ച് റിലീഫ് മൂഡാണ്. കരിയറിൽ കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഒരു സേവിങ്സ് ഒക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. ഫാമിലി സപ്പോർട്ട് നല്ല സ്ട്രോങ് തന്നെയാണ്. ഒരു സമാധാനം എന്തായാലും കിട്ടും. ജൂലൈ മാസത്തിൽ ഒരു ആംബിറ്റ്യസ് ആണ്. ബിസിനസ് പരമായിട്ട് എക്സ്പാൻഡ് ചെയ്താലോ എന്നുള്ള ഒരു ഐഡിയ ഒക്കെ എന്തായാലും ഉണ്ടാവും. ജോലിപരമായിട്ട് പ്രൊമോഷൻ, ഡിസ്കഷൻ എന്നീ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പ്രണയം നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഡിസ്റ്റൻസ് വരും, അകൽച്ച വരും. അതെന്തായാലും പോവാൻ സമയമായി എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവും. അതെന്തായാലും കൂടുതലും എന്നാലും നിങ്ങൾ വളരും, സാക്രിഫൈസ് ചെയ്യുക. ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും ടെക്സ്റ്റ് മൂഡ് എന്തായാലും വീണ്ടും ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. റിലേഷൻഷിപ്പിൽ വീണ്ടും ഈഗോ ക്ലാഷ് ആയിരിക്കും. ചിലപ്പോൾ അടികൂടി എന്നേക്കുമായിട്ട് പെർമനൻ്റ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ അധിക ചിലവ് നല്ല രീതിയിൽ കൂടും. മെൻ്റലി കുറച്ച് സ്ട്രെസ്സ് തന്നെ ആയിരിക്കും. പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. സെപ്റ്റംബർ മാസത്തിൽ എന്തായാലും ഒരു വിജയത്തിൻ്റെ ഒരു മാസമായിരിക്കും. കരിയറിൽ ഒരു പ്രമോഷൻ കിട്ടും, അപ്ഗ്രേഡ് റോൾ എന്തായാലും ഉണ്ടാവും. സാമ്പത്തികമായിട്ട് വലിയൊരു റിലീഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് കോൺഫിഡൻസ് നല്ല പീക്കാണ്. ഒരു വിന്നിങ് മന്ത് തന്നെയാണ്. ഒക്ടോബർ മാസത്തിൽ വീണ്ടും റൊമാൻറ്റിക് ആണ്. ഒരു കല്യാണത്തിൻ്റെ സംസാരമൊക്കെ എന്തായാലും ഉണ്ടാവും. ഒരു എൻഗേജ്മെൻറ്റ് വൈബൊക്കെ ഉണ്ടാവും. മാരീഡ് ആണെങ്കിൽ ആ ബോണ്ടൊക്കെ ഒന്ന് സ്ട്രെങ്തനിങ് ചെയ്യും. ഫാമിലിയിൽ നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. ഹൃദയത്തോട് കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നവംബർ മാസത്തിൽ പവർഫുള്ളും ആയിരിക്കും, കാമും ആയിരിക്കും. കരിയറിൽ കുറച്ച് അതോറിറ്റി പൊസിഷൻ എന്തായാലും കീപ്പ് തന്നെ ചെയ്യും. ഫൈനാൻസ്മെൻറ്റ് എന്താ വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ച് ലക്കിലി ഒരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സ്പിരിച്വൽ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് റെസ്പെക്റ്റും ഉണ്ടാവും, സ്റ്റാറ്റസും എന്തായാലും വർദ്ധിക്കും. ഡിസംബർ മാസത്തിൽ ഒരു ഇമോഷണലി ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ സേവിങ്സ് എന്തായാലും ഉണ്ടാവും. മെൻ്റൽ പീസ് എന്തായാലും ഉണ്ടാവും.
ഇനി ഞാൻ സുരക്ഷിതനാണ് എന്ന ഫീലിങ്സ് എന്തായാലും ഉണ്ടാവും. പ്രണയത്തിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും 2026 സീരിയസ് റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ സീരിയസ് ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്തായാലും വരാൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ കല്യാണം വരെ എത്തുകയാണെങ്കിൽ ലേറ്റ് 2026 കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ അതെന്തായാലും നടക്കാനും പോകുന്നില്ല. പാസ്റ്റ് കാർമിക് റിലേഷൻഷിപ്പൊക്കെ എന്തായാലും ക്ലോസ് എന്തായാലും ആവാൻ പോവാണ്. കരിയർ ആണെങ്കിലും ഫിനാൻസിലാണെങ്കിലും ഒരു സ്ലോ സ്റ്റാർട്ടാണ്. പക്ഷെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സക്സസ് എന്തായാലും ഉണ്ടാവും. ലീഡർഷിപ്പ് റോളൊക്കെ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി തന്നെ വരും. നല്ല രീതിയിൽ ഒരു പാരവെപ്പൊക്കെ നിങ്ങൾക്കെതിരെ ഉണ്ടാവും. ബിസിനസ് എന്തായാലും കുറച്ച് ഫേവർ തന്നെയായിരിക്കും. ഒരു ലോങ് ടേം പ്ലാൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ഗോൾഡ് ലാൻഡിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവുന്നുണ്ട്. അതായത് ഈഗോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ഭക്തി കൂടാനും സാധ്യതയുണ്ട്. ഇന്നർ സ്ട്രെങ്ത് എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓം സൂര്യായ നമഃ എന്ന് എപ്പോഴും ചൊല്ലുക. ഈഗോയിൽ നിങ്ങൾ ആർഗ്യുമെൻ്റ് ചെയ്യണത് അവോയ്ഡ് ചെയ്യുക. മൂത്തവരെ ബഹുമാനിക്കുക. അതുകൊണ്ട് ലക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നീ പലപ്പോഴും വൈകിയാണ് ജയിക്കുന്നത്. പക്ഷെ ജയിച്ചാൽ ആർക്കും എന്തായാലും നിന്നെ കുലുക്കാൻ പറ്റില്ല.